ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ലോകശക്തികൾ ഒന്നിച്ചു ചേരുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന നിർണായകമായ G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് റിസോർട്ട് പട്ടണമായ എവിയൻ ലെസ് ബെയിൻസിൽ തുടക്കമാവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചട്ടക്കൂട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ ഉച്ചകോടി അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രത്യേകമായി ക്ഷണിച്ച നേതാക്കളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടുന്നുവെന്നതും ജൂൺ 17 അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നതും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 2026 ഫ്രാൻസ് അധ്യക്ഷ പദം വഹിക്കുന്ന ഈ ഉച്ചകോടിയിൽ അമേരിക്ക, UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ സ്ഥിരം അംഗങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണ കൊറിയ, കെനിയ തുടങ്ങിയ പങ്കാളി രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് ചർച്ചകൾക്കായി ഈജിപ്ത്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രാഥമിക വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കാനിരിക്കെ അതിന്റെ സുരക്ഷയും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായിരിക്കും ഉച്ചകോടിയുടെ പ്രധാന അജണ്ടകളിലൊന്ന്. കൂടാതെ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തനിക്ക് ശക്തമായ മേൽക്കൈയുണ്ടെന്ന് ബോധിപ്പിക്കാനും പുടിനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ഈ വേദി ഉപയോഗിക്കും. ചൈനയുടെ അമിത ഉൽപാദനവും അമേരിക്കയുടെ അമിത ഉപഭോഗവും ഉയർത്തുന്ന ആഗോള സാമ്പത്തിക അസന്തുലിതാവസ്ഥയും വികസ്വര രാജ്യങ്ങളുടെ കനത്ത കടബാധ്യതയും ഉച്ചകോടിയിൽ ചർച്ചയാകും. സാങ്കേതിക രംഗത്തെ ഭീമന്മാരായ സാം ആൾട്ട്മാൻ, ഡാരിയോ അമോഴെ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൃത്രിമ ബുദ്ധിയുടെ സുരക്ഷിതമായ വിന്യാസത്തെക്കുറിച്ചും കുട്ടികളുടെ ഓൺലൈൻ സംരക്ഷണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി ഉൾപ്പെടുന്ന വേദിയിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ലക്ഷ്യമിട്ടാണ് മോദി ട്രംപ് കൂടിക്കാഴ്ചയെങ്കിലും ഒരു മികച്ച ലാഭകരമായ ഇടപാടില്ലാതെ ട്രംപ് ഇതിന് സമ്മതിക്കാൻ സാധ്യതയില്ല. ഇന്ത്യൻ കയറ്റുമതിയിലെ തീരുവ, റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ കച്ചവടം, ഒപ്പം 2025 മെയ്യിലെ ഇന്ത്യ പാക് സംഘർഷം പരിഹരിച്ചെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ തള്ളിയ പശ്ചാത്തലവും ഈ ചർച്ചയെ സ്വാധീനിക്കും. ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ലോകശക്തികൾ ഒത്തുചേരുമ്പോൾ പശ്ചിമേഷ്യൻ സമാധാനവും ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ G7 ഉച്ചകോടി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ വരും നാളുകളിൽ ലോകക്രമത്തെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികരുടെ മരണത്തിന് മാപ്പ് പറയാൻ അമേരിക്ക വിസമ്മതിച്ചതിൽ ഇന്ത്യയിൽ രോഷം വർദ്ധിച്ചു വരികയാണ്. ഈ ആഴ്ച ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകും. കഴിഞ്ഞ ആഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെ കപ്പലിന് നേരെ US മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ വാണിജ്യ എണ്ണ ടാങ്കറുകളിൽ ജോലി ചെയ്തിരുന്ന 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കാനും അവരുടെ സർക്കാരിനെ സമാധാന കരാറിലേക്ക് തള്ളിവിടാനുമുള്ള ശ്രമത്തിൽ ഏപ്രിലിൽ US സൈന്യം ഇറാൻ കടലിടുക്ക് ഉപരോധിക്കാൻ തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ മരണമാണിത്. എന്നിരുന്നാലും നാവികരുടെ കൊലപാതകത്തോടുള്ള US സർക്കാരിന്റെ നിന്ദ്യമായ പ്രതികരണം ഇന്ത്യയിൽ വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട്. വാരാന്ത്യത്തിലെ പ്രധാന വാർത്തകൾ ഇങ്ങനെയായിരുന്നു. വാഷിംഗ്ടണിൽ നിന്നും ക്ഷമാപണമില്ല. US ഗവൺമെന്റിന്റെ പ്രാരംഭ പ്രസ്താവനയിൽ മരണങ്ങളെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയില്ല. പകരം ഉപരോധങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന കടലിടുക്കിലെ ഒരു കപ്പലിൽ തങ്ങളുടെ സൈന്യം ആക്രമണം നടത്തിയെന്നും അത് നിസ്സഹകരിച്ചിരുന്നു എന്നും സ്ഥിരീകരിക്കുന്നു മാത്രമാണ് ചെയ്തത്. ആദ്യം ഇന്ത്യൻ സർക്കാർ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ആക്രമണങ്ങളെ അപലപിക്കുകയും ഒരു മുതിർന്ന US നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി പണിമുടക്കുകൾ അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആക്രമണത്തെ ചൊല്ലി ഡൽഹിയിൽ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നേരിട്ട് സംസാരിച്ചു. ഇന്ത്യ വിഷയം വെറുതെ വിടില്ലെന്ന് സൂചന നൽകി. വാണിജ്യ ഷിപ്പിംഗിനെതിരായ ഇത്തരം മാരകമായ നടപടികൾ ന്യായീകരിക്കാനാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.